ജീവിതത്തിൽ ലഭിച്ച മുൻ പാഠങ്ങളിൽ നിന്ന് പാഠം പഠിച്ചില്ല എങ്കിൽ ജീവിതം വീണ്ടും അതേ പാഠം പഠിപ്പിക്കും. ജീവിതത്തിൽ ലഭിച്ച മുൻ പാഠങ്ങളിൽ നിന്ന് പാഠം പഠിക്കാത്തത് കൊണ്ട് വീണ്ടും അതേ പാഠം പഠിക്കേണ്ടി വരുന്നത് പ്രധാനമായും 3 കാര്യങ്ങളിലാണ്: ബന്ധങ്ങൾ, ജോലി, ബിസിനസ്. പാഠം പഠിക്കാത്തതിന്റെ പിന്നിൽ 2 കാര്യങ്ങളാണ്. ഒന്നാമത്തേത് ഉപയോഗിക്കരുതാത്തത്, രണ്ടാമത്തേത് ഉപയോഗിക്കേണ്ടത്. ഒന്ന് ഇമോഷൻ അഥവാ വൈകാരികത, 2 ഇന്റലിജൻസ് അഥവാ വിവേകം. ബന്ധങ്ങളും ജോലിയും ബിസിനസ്സും ഒക്കെ നോക്കിക്കാണുന്നതും അതിനായുള്ള ആളുകളെ തിരഞ്ഞെടുക്കുന്നതുമൊക്കെ വൈകാരികമായാണ് എങ്കിൽ മുൻ പാഠം മറന്ന് വൈകാരികത കൊണ്ട് തന്നെ വീണ്ടും അതേ തെറ്റായ തിരഞ്ഞെടുപ്പ് ചൂസിങ് നടപ്പാക്കും. പലതും അടിച്ചേൽപ്പിക്കപ്പെടുന്നതല്ല, സ്വയം തിരഞ്ഞെടുക്കുന്നതാണ്, ചൂസ് ചെയ്യുന്നതാണ്. വൈകാരിക വിഡ്ഢികൾ, ഇമോഷണൽ ഇഡിയറ്റ്സ്, ഒരിക്കൽ പഠിച്ച പാഠമാണ് എന്ന് മറന്ന് വീണ്ടും അതേ തെറ്റായ അധ്യായം തുറക്കും. ഇമോഷൻ ഉണ്ടാകാം, മനുഷ്യ സഹജം. പക്ഷേ ബന്ധങ്ങൾ, ജോലി, ബിസിനസ് ഇവയുടെ കാര്യങ്ങളിൽ തീരുമാനം എടുക്കുമ്പോൾ ഇമോഷൻ കുറച്ചു നേരമെങ്കിലും മാറ്റിവെച്ച് ഇന്റലിജൻസ് ഉപയോഗിച്ച് മാത്രം തീരുമാനമെടുക്കുക. 1-2 പ്രാവശ്യമൊക്കെ ആർക്കും ചില നെഗറ്റീവ് പാഠങ്ങൾ പഠിക്കേണ്ടി വന്നേക്കാം. പക്ഷേ വീണ്ടും വീണ്ടും നെഗറ്റീവ് പാഠങ്ങൾ തന്നെ ആവർത്തിക്കേണ്ടി വരുന്നത് അതിവൈകാരികത കൊണ്ടാണ്, വൈകാരിക ഒട്ടൽ കൊണ്ടാണ്, ഇമോഷണൽ അറ്റാച്ച്മെന്റ് കൊണ്ടാണ്. എന്ത് തിരഞ്ഞെടുക്കുമ്പോഴും ആരെ തിരഞ്ഞെടുക്കുമ്പോഴും വൈകാരികമായ കംഫർട്ട് സോൺ അല്ല നോക്കേണ്ടത്. ഏറ്റവും പ്രയോജനകരമായത് ഏതാണ് എന്നാണ് നോക്കേണ്ടത്. തമ്മിൽ ഏറ്റവും പ്രയോജനകരമായത് ഏതാണ് എന്നെങ്കിലുമാണ് നോക്കേണ്ടത്. അതെങ്ങനെ കഴിയും? ഇവിടെയും പ്രധാനമായും 2 കാര്യങ്ങളാണ് അപ്ലൈ ചെയ്യാൻ കഴിയുക. ഒന്ന്, വൈകാരികത മാത്രമല്ല, നെഗറ്റീവ് ചിന്തകളും പോസിറ്റീവ് ചിന്തകളും മാറ്റിവെച്ച് പഠന മനോഭാവത്തോടെ ഇന്റലിജൻസ് ഉപയോഗിച്ച് പരിശോധിക്കുക ഏത് തീരുമാനമാണ് പ്രയോജനകരം എന്ന്. രണ്ടാമത്തെ പോയിന്റ്, നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുത്ത ഉപദേശങ്ങൾ നിങ്ങളുടെ സ്വന്തം ജീവിതത്തിൽ നടപ്പാക്കിയാൽ മതി. അതല്ല എങ്കിൽ നിങ്ങളുടെ വേണ്ടപ്പെട്ട ഒരാൾക്ക് സെയിം സാഹചര്യത്തിൽ നിങ്ങൾ എന്ത് ഉപദേശമാണോ നൽകുക അത് സ്വന്തം ജീവിതത്തിൽ നടപ്പാക്കിയാൽ മതി. മേമ്പൊടിക്ക് സ്വല്പം ധൈര്യം കൂടെ ഉണ്ടെങ്കിൽ ധാരാളം. ആരെ പേടിക്കണം? എന്തിനെ പേടിക്കണം? ഇന്നത്തെ കാലത്ത് ജീവിക്കാനും വളരാനും ഉയരാനും നിരവധി അവസരങ്ങൾ തുറന്നു കിടക്കുന്നുണ്ട്. ഇനി ആ അവസരങ്ങൾ കാണണമെങ്കിൽ നാണക്കേടുകളും ഈഗോയും മാറ്റിവെച്ച് ലോകത്തേക്ക് കണ്ണു തുറന്നൊന്ന് നോക്കിയാൽ മതി. ഇനി നിങ്ങളുടെ സ്വന്തം യുക്തിയും ബുദ്ധിയും ഉപയോഗിച്ച് ചിന്തിച്ചാൽ മതി. നിങ്ങൾക്ക് ആവശ്യമായ ഉത്തരം നിങ്ങളുടെ ഇന്റലിജൻസ് വെളിപ്പെടുത്തി തരും. ഏതായാലും ഇക്കാര്യം നന്നായെന്ന് സ്വയം ചിന്തിച്ച് തിരിച്ചറിഞ്ഞോളൂ. ജീവിതത്തിൽ മുൻപ് ലഭിച്ച പാഠങ്ങൾ കൊണ്ട് പാഠം പഠിച്ചില്ല എങ്കിൽ ജീവിതം അതേ പാഠം വീണ്ടും പഠിപ്പിക്കും. ശരിയല്ലേ? യെസ് ഓർ നോ എന്നെങ്കിലും കമന്റ് ചെയ്ത് അറിയിക്കണമെന്ന് വിനയത്തോടെ അഭ്യർത്ഥിക്കുന്നു. താങ്ക്